പക്ഷേ ഇ.പി. ജയരാജൻ തടവുകാരെ അതിമൃദുലമായിട്ടൊന്ന് തടവിയിരിക്കുകയാണ്. അതിമൃദുലമായ ഒരു തടവൻ. അദ്ദേഹം പറയുന്നത് കുറച്ച് ശമ്പളം കൂട്ടി കൊടുത്തു. കേരള ഗവൺമെൻറ് ഒന്നിനും പൈസയില്ല. ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ പൈസയില്ല. ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക തീർക്കാൻ പൈസയില്ല. പൈസ ഒന്നും കേന്ദ്രം തരാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ തടവുകാർക്ക്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെയുള്ള നിഷേധാത്മക വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നതുകൊണ്ട് നിഷേധാത്മകമായൊരു നിലപാടാണോ ഇപ്പോൾ ഗവൺമെൻറ് കൈക്കൊള്ളുന്നത്? അതായത് പോക്കറ്റടിക്കാരനും കൊലപാതകിക്കും ബലാത്സംഗ കേസുകാരനും പോക്സോ കേസുകാരനും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവർ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ, ഈ ദാക്ഷിണ്യത്തിന് പിന്നിൽ എന്തായിരിക്കാം? അവർക്ക് വോട്ടുണ്ടോ? ഈ നമ്മൾ മരിച്ചുപോയ യശശരീരനായ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസ്താവന, പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി. അങ്ങനെ ഈ വരമ്പത്ത് കൂലി കൊടുത്ത ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ പോയി ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ഇ.പി. ജയരാജൻ സാർ പറയുന്നത് അവരെല്ലാം പാവങ്ങളല്ലേ, അവർക്ക് ഇതിൽ പൈസ കൂട്ടി കൊടുക്കണ്ടേ എന്നുള്ളതാണ്. ഇവർ പാവങ്ങളാണെങ്കിൽ വലിയ കഷ്ടമാണ് പ്രോസിക്യൂഷൻ ഈ പാവങ്ങൾക്കെതിരെ കേസ് ചുമത്തി അവരെ അകത്തിട്ടിരിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. പാവങ്ങളെന്ന് പറയുന്നത് നിരപരാധികൾ, ഇന്നസെൻ്റായ ആൾക്കാരെന്നുകൂടെ അതിന് അർത്ഥമുണ്ട്. പിന്നെ പാവപ്പെട്ടവരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതിൽ പാവപ്പെട്ട വേറെ ആൾക്കാരും ധാരാളം, സാർ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളവരൊക്കെ ഉണ്ട്. അവരെ പരിഗണിക്കാതെ ജയിലിലുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെ കാര്യം നോക്കുമ്പോൾ മനസ്സിലാകുന്നു. ഇപ്പോൾ മാർ ആൻഡ്രൂസ് താഴത്ത് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ സഭാ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് കുറ്റവാളികൾക്ക് അധിക വേതനവും അധ്യാപകർക്ക് പട്ടിണിയും എന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വേതനം കൊടുത്ത് സംരക്ഷിക്കേണ്ട നിരവധിയായ ആൾക്കാരുണ്ട്. അവർക്ക് എന്നും അവഗണനയും അല്ലെങ്കിൽ അവർ തെരുവിലിരുന്ന് വെയിൽ കൊള്ളലും ഒക്കെ നടത്തുമ്പോൾ ഇവർക്ക് സാമാന്യത്തിലേറെ പരോളും ഒക്കെ കൊടുത്ത് അധികമായ വേതനമൊക്കെ കൂട്ടിക്കൊടുത്ത് എല്ലാ സൗകര്യങ്ങളോടെ ഒരുക്കി കൊടുക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. അത് ജഗതി ശ്രീകുമാർ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അക്രമം സീനിയർ മാൻഡ്രാക്കെന്നോ ജൂനിയർ മാൻഡ്രാക്കെന്നോ ആ സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ എങ്ങനെയെങ്കിലും ഒരു കേസെടുത്ത് അകത്തിടാനായിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പരിശ്രമം പോലെ ഒരു യുവാവ് വടിവാളും ഒക്കെ വീച്ച് റോട്ടിൽ നിൽക്കുന്നു. എന്നിട്ടൊരു പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചിട്ട് റോഡിന്റെ നടുവിൽ കിടക്കുന്നു. അപ്പോൾ എല്ലാവരും ചെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ആരും ഉപദ്രവിക്കുന്നില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് എങ്ങനെയെങ്കിലും ജയിലിൽ പോയാൽ മതിയെന്ന്. അപ്പം പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നതായിരിക്കാം. കാരണം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഒരാൾ ഒരു 7 വർഷം കിടന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10-50 ലക്ഷം രൂപ, അതായത് കുറ്റം ഏറ്റെടുത്ത് പോകുന്നതിൻ്റെ തുകയും പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന വേതനവും വെച്ചുകൊണ്ട് വലിയൊരു തുകയ്ക്ക് ഉടമയായിട്ട് പുറത്തേക്ക് വരാൻ പറ്റും. ഇത് കുറ്റവാളികളുടെ എണ്ണത്തിൽ വലിയ വർധന വരുത്തുമെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെട്ടാനും കുത്താനും ഒക്കെ ആൾക്കാരെ ഇറങ്ങുവാൻ വലിയൊരു ഓഫറാണ് എന്നുമാണ് പറയുന്നത്. കുഴപ്പമില്ലാത്ത ശമ്പളം, വേറെ ശമ്പളം, തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഇതൊരു ഉപജീവന മാർഗമാക്കി ആൾക്കാരങ്ങ് എടുത്താൽ, ജയരാജൻ പറയുന്നത് ഇവർക്ക് സോപ്പ് വാങ്ങിക്കാനാണ്. സോപ്പിന് ഇത്രയ്ക്ക് വില കൂടിയോ? നമുക്കറിയില്ല. GST കുറച്ചുകൊണ്ട് സോപ്പിൻ്റെ വിലയൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. സോപ്പ് ഷാമ്പൂവിൻ്റെയൊക്കെ വില കുറഞ്ഞിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ജയരാജൻ ആരെ സോപ്പിട്ടിരിക്കുകയാണ്? ജയരാജൻ സോപ്പിടുന്നത് പാർട്ടിക്കാരെ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയെ അതായത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണനെ തന്നെ ഒരിക്കൽ കൂടെ ഉദ്ധരിക്കാം. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് സീതാറാം യെച്ചൂരിയോടും കഴിഞ്ഞിടക്ക് ചോദിച്ച ചോദ്യമാണ്. രണ്ടിലേക്കും വരാം. സീതാറാം യെച്ചൂരിയോട് ചോദിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് മത്സരിക്കുന്നതിൽ കാലിത്തീറ്റ കുംഭകോണ കേസിലെ പ്രതിയും മറ്റേ അടിമ നടത്തിയവരും ഓരോക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് ഞങ്ങൾക്ക് എല്ലാവരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് മത്സരിക്കാൻ പറ്റുകയില്ലല്ലോ എന്നാണ് എന്നതുപോലെ കോടിയേരി ബാലകൃഷ്ണനോട് ഒരു ഇലക്ഷൻ സമയത്ത്, അദ്ദേഹം ജയിച്ചിരുന്ന അവസാന ഇലക്ഷനാണത്, ആ സമയത്ത് ചോദിച്ചു, നിങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളിൽ പലരും കുറ്റവാളികളാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായിരുന്നു. ഈ കുറ്റവാളികളെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പാർട്ടിയിൽ വേറെ സ്ഥാനാർത്ഥികളാകാൻ ആളുണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന്റെ ബൈറ്റാണ് ഈ പറയുന്നത്. ഇപ്പോഴും ഓൺ റെക്കോർഡ് വീഡിയോ കിടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പാർട്ടിക്ക് കുറ്റവാളികൾ ധാരാളം ഉണ്ട് തങ്ങളുടെ പാർട്ടിയിൽ എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉള്ള ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിലപാട് എടുക്കണമെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കും എന്നുള്ളതിന് നമ്മൾ പാഴൂർ പഠിപ്പുരയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. കാര്യമില്ല.
ഇത് കൂടാതെ സഹായങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. ഫോൺ വിളിക്കാനുള്ള അനുവാദം, ബീഡി വലിക്കാൻ, മയക്കുമരുന്ന് കൊണ്ടെന്നാണ് കേട്ടത്. ഈ സൗകര്യങ്ങൾ വേറെ എക്സ്ട്രാ പെർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ശമ്പളത്തിന് ഒരു പെർക്സ് ഉണ്ടല്ലോ, അത് കൊടുക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ ഒരു ന്യായം, 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് വീട്ടിലേക്ക് പോവാം. ഇങ്ങനെയുള്ള ഒരു ആനുകൂല്യത്തെ എന്തിനാണ് തിരക്കുന്നത്? വീട്ടിലേക്ക് പോകാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവനത് നേരെ ഇത് എടുത്തുകൊണ്ട് ജയിലിൽ നിന്ന് വന്നതിൻ്റെ ആഘോഷത്തിനായിട്ട് നേരെ ബാറിൽ ബബുക്കോയ്ക്കപ്പം ലാഭം കിട്ടും. അവർ ഗൂഢോദ്ദേശമാണോ അദ്ദേഹത്തിനുള്ള? ഒരു സിമ്പിളായ കാര്യം പറയാം. ഒരാളെ കൊല്ലുന്നു, നല്ല നടപ്പിന് ആണ് ശിക്ഷിച്ചിട്ട് നല്ല നടപ്പിലാണെങ്കിൽ 14 വർഷം ജീവപര്യന്തം കിട്ടിയ ഒരാൾ 14 വർഷം കിടക്കേണ്ടി വരില്ല. പകുതി സമയം കൊണ്ട് ഇറങ്ങാൻ പറ്റും. ഓക്കെ, ഇതിനിടക്ക് വേണമെങ്കിൽ പരോളൊക്കെ കിട്ടുമല്ലോ. ഈ പകുതി സമയം കൊണ്ട് ഇറങ്ങുന്ന ഒരാള് നല്ലൊരു തുക സമ്പാദ്യമായിട്ടാണ് വരുന്നത്. ഈ പകുതി സമയം അയാളുടെ വസ്ത്രം, ഭക്ഷണം, ഉറക്കം എല്ലാം, കുളി, ജപം എല്ലാം ആരാണ് നിർവഹിക്കുന്നത്? നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് സർക്കാർ നിർവഹിക്കുന്നു. ഈ സോപ്പ് വാങ്ങിക്കുക എന്നൊരു കാര്യം പറഞ്ഞില്ലേ, അത് യഥാർത്ഥത്തിൽ നമ്മളെ ഒന്ന് പതപ്പിക്കാൻ വേണ്ടി, പത കൊണ്ട് ഇതിനെ മറക്കാൻ വേണ്ടിയാണ്. അതായത് ജയിലിലെ കുറ്റവാളികൾക്കുള്ള ജയിൽ മാനുവലിലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കുറ്റവാളികൾക്കുള്ള A to Z കാര്യങ്ങൾ അവിടെ കൊടുക്കണം, ജയിലിൽ തന്നെ കൊടുക്കണം. സോപ്പ്, ചീപ്പ്, കണ്ണാടി, എന്തൊക്കെയാണോ വേണ്ടത്, ഭക്ഷണമോ എന്തും, വസ്ത്രങ്ങളാകട്ടെ, ഇതെല്ലാം ജയിലിൽ കൊടുക്കേണ്ടതാണ്. അല്ല സോപ്പ് വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേക അലവൻസ് ഒന്നും ജയിലിൽ അനുവദിച്ചിട്ടില്ല. തന്നെയുമല്ല, ഒരു സോപ്പും പൗഡറും ഷാമ്പും ഒക്കെ ഇട്ട് കുട്ടപ്പന്മാരായിട്ട് എന്ത് ചെയ്യാനാണ് ജയിലിൽ കിടക്കുന്നത്? അവരവിടെ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഇദ്ദേഹത്തെ പലരും ചിറ്റപ്പനെന്ന് വിളിക്കാറുണ്ട്. കാരണം തമാശകളും ട്രോളാനുള്ള സാധനങ്ങളൊക്കെ ധാരാളം തരുന്നൊരു മനുഷ്യനായത് കൊണ്ടായിരിക്കാം. കാണുമ്പോൾ ഇത്തിരി കൊമ്പൻ മീശയുടെ സ്റ്റൈലിൽ മീശയൊക്കെ ഉണ്ടെങ്കിലും ശുദ്ധഹൃദയനും പാവവുമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം വെട്ടിൽ വീണിട്ടുണ്ട്. അതേപോലുള്ള ഒരു വാചകമാണ്, ഒരു നാവ് പിഴയാണ് സോപ്പ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞത്. ഓക്കെ, 369 തൊഴിലുറപ്പ് പദ്ധതിയിൽ കിട്ടുന്നത് 369 രൂപ. അത് പോരാ എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, തൊഴിലാളി വർഗ നേതാവ് എന്നുള്ളത് നിലയിൽ. പക്ഷേ അദ്ദേഹം പറയും, നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറ, അങ്ങനെ കൂട്ടിക്കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാരെ ഇത് കൂട്ടിക്കൊടുത്താൽ ഞങ്ങൾ കൂട്ടിക്കൊടുക്കും, തൊഴിലുറപ്പുകാരുടേത് കൂട്ടിക്കൊടുക്കും. ആശമാരുടെ കാര്യം പത്രക്കാരും ദൈവാദിനം പോലെ ചോദിക്കില്ല. പത്രക്കാർക്ക് അല്ലെ ട്രേഡ് യൂണിയനുള്ള പത്രക്കാർക്ക് അത് ചോദിക്കാൻ പറ്റുകയില്ല. ഓക്കെ, ജയിലിൽ ഇനി ഇത്രയും കൂട്ടിക്കൊടുത്ത സ്ഥിതിക്ക് വേറെ ഇനി ഇപ്പൊ ഏതൊക്കെ മേഖലയിലായിരിക്കും ഇവർ കൂട്ടിക്കൊടുക്കാൻ സാധ്യത? ഇനി ഗുണ്ടകൾക്ക് പെൻഷൻ പ്രഖ്യാപിക്കുക, ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുക. അതേപോലെ തന്നെ പോക്സോ കേസിൽ പ്രതിയായവർക്കും ബലാത്സംഗ വീരന്മാർക്കും അവാർഡ് കൊടുക്കുക. അവരെ ആസ്ഥാന എന്തെങ്കിലും പ്രത്യേകമായ ഒരു മേഖലയുടെ ആസ്ഥാന വിദ്വാൻമാരായിട്ട് അവരെ കൊണ്ടുവരിക. മോഷണക്കേസിലെ പ്രതികൾക്ക് എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് മോഷണം നടത്തി ആ കലയിൽ എങ്ങനെ നിപുണന്മാരാകാമെന്ന രീതിയിലുള്ള സ്റ്റഡി ക്ലാസ്സുകൾ കൊടുക്കുക. അതിനുവേണ്ടി അവർക്ക് ഓണറോറിയം അനുവദിക്കുക തുടങ്ങിയ നല്ല കുറേയേറെ നിർദ്ദേശങ്ങളും ഒരുപക്ഷെ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരികയും അത് ഘടകകക്ഷികൾ ആരും അറിയാതെ ഒരു മുഖ്യമന്ത്രിയുടെയോ ഏതെങ്കിലും മന്ത്രിമാരുടെ ഓഫീസൊന്നും വിയോജനക്കുറിപ്പ് എഴുതാതെ അങ്ങ് പാസ്സാക്കി കൈയടിച്ചു വിടും. ഏറ്റവും നല്ല ജയിൽ തടവുകാരന് ഒരു വീരശൃംഖലയൊക്കെ കൊടുക്കാം, കേരളശ്രീ എന്ന് പറയുന്ന താമ്രപത്രം കൊടുക്കാം. അവരുടെ പ്രതിമകൾ നമ്മുടെ പ്രധാന നഗരങ്ങളെ അലങ്കരിക്കുവാൻ വേണ്ടി അവരുടെ പ്രതിമകൾ, കാരണം നമുക്ക് ഈ നമ്മുടെ പാരമ്പര്യത്തോട് പുച്ഛമാണല്ലോ, എല്ലാം പുതിയത് കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണല്ലോ. ഇപ്പൊ വേടനെയൊക്കെ കൊണ്ടുവന്ന അതുപോലെ എന്നതുപോലെ ഇവരെയൊക്കെ തസ്കരശ്രീ അവാർഡ് കിട്ടിയ ആൾക്കാരെയൊക്കെ അവിടെ പ്രതിമയൊക്കെ, ശബരിമല ശ്രീ മിക്കവാറും വേറൊരു തന്ത്രികൾക്ക് തന്ത്രിയോ അല്ലെങ്കിൽ പോറ്റിയോ അല്ലെങ്കിൽ അതിനോട് ദേവസ്വത്തിന്റെ ആൾക്കാരോ ഒക്കെ ചോരശൃംഖല കൊടുക്കാം. പിന്നെ അതുകൊണ്ട് തീർന്നില്ല, ഇവരെയൊക്കെ വർഷാവർഷം മാലയിട്ട് ആദരിക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി തന്നെ അങ്ങ് ഉദ്ഘാടനം ചെയ്യാം. ഒപ്പം വഴിനീളെ ഇവരുടെ മഹത്വങ്ങൾ പ്രസംഗിക്കുന്നതിനോടൊപ്പം പാഠപുസ്തകങ്ങളിൽ ഇവരുടെ സംഭാവനകളും നൂതന മോഷണ രീതികൾ കൊണ്ട് ഉണ്ടായ ഗുണങ്ങളും അതിലവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. കേരശ്രീ എന്ന് പറയുന്ന പോലെ ഒരു ചോരശ്രീ പ്രതീക്ഷിക്കാം. ഇങ്ങനെ പോയാൽ ഒരു ഊഴം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല സ്ത്രീകളും ഉണ്ടാവും, വളരെ ശ്രീകരവും ആവും അതല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.